നിങ്ങൾക്ക് എല്ലാവർക്കും misazkitchenലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അറബിക് റൈസായ ചിക്കൻ മലഗൂത്ത് ആണ്. ഇതിന് ഏതാണ്ട് ചിക്കൻ കബ്സയുടെ ഒക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇത് കുക്കറിൽ വെക്കുന്നത് കൊണ്ട് തന്നെ റൈസും ചിക്കനും നന്നായിട്ട് വെന്തായിരിക്കും നമുക്ക് കിട്ടുക. നമ്മളിതിൽ കബ്സ മസാലപ്പൊടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ വേറൊരു കളറും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നാച്ചുറൽ കളറാണിത്. പിന്നെ ഈ വീഡിയോയുടെ അവസാനം നമ്മൾ മലഗൂത്തിനും കബ്സയ്ക്കൊക്കെ പറ്റിയ ഒരു ബീട്രൂട്ട് ചട്നി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമ്മൾ ചിക്കൻ മലഗൂത്ത് ഉണ്ടാക്കാനായിട്ട് ഒരു 5-6 പീസ് വലിയ പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്യാൻ വെക്കാം. പിന്നെ ഒരു 3/4 കിലോളം ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയിട്ട് 1 മണിക്കൂറോളം ഒന്ന് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ ഏതാണ്ട് 3/4 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം മസാല ഒന്ന് റെഡിയാക്കണം. അപ്പോൾ അതിനായി ഒരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു അരികിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് നിരത്തി തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് കുരുമുളക്, കറുകപ്പട്ട, 3 ഏലക്ക, 2 ബേ ലീഫ്, ഒരു 3-4 കറിയാമ്പൂ ഇവ എടുത്തിട്ടുണ്ട്. അതൊരു സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ഡ്രൈ ലെമൺ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ലാസ്റ്റാണ് ചേർക്കാനുള്ളത്. റൈസ് വേവിക്കുന്ന നേരത്ത് ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് പാനിൻ്റെ വേറൊരു സൈഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഈ സവാള ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കണം. അത് പാനിൻ്റെ വേറൊരു സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും ഒന്ന് നിരത്തി ഒന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ സവാള ഏതാണ്ട് വാടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയുടെ ഒപ്പം മാത്രം ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. ഇതും ഒന്ന് ചൂടായി വരാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് ഓരോന്നോരോന്നായി ഇടയ്ക്കിടയ്ക്കൊന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് വഴറ്റാം. അതിന് ശേഷം തക്കാളി മാത്രം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതാ ഇപ്പോൾ സവാള നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം എല്ലാം ഒരുമിച്ച് 1 മിനിറ്റും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 1 മിനിറ്റ് നമുക്ക് വഴറ്റിയതിന് ശേഷം ഇതിനകത്തേക്ക് ഇനി കബ്സ മസാല പൗഡറാണ് ചേർക്കേണ്ടത്. നമ്മൾ ചെമ്മീനും ചിക്കനും വെച്ചിട്ട് കബ്സയും മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ മസാലപ്പൊടിയുടെ റെസിപ്പി ചെയ്തതായിരുന്നു. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം ഏതൊക്കെ മസാലകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചതെന്ന്. അപ്പോൾ നമ്മൾ 1/2 ടേബിൾ സ്പൂൺ കബ്സ മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റും കൂടെ ഒന്നിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു ചിക്കൻ ക്യൂബാണ് ചേർത്ത് കൊടുത്തത്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിർബന്ധമില്ല. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു തക്കാളി പേസ്റ്റാണ്. ഒരു തക്കാളി വെള്ളമൊന്നും ഒഴിക്കാണ്ട് ജസ്റ്റ് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിന് കുറച്ചും കൂടെ റെഡ് കളർ വരാൻ വേണ്ടി ആൾക്കാർ ഫുഡ് കളർ ചേർക്കാറുണ്ട്, അല്ലെങ്കിൽ റെഡിമെയ്ഡ് ടൊമാറ്റോ പേസ്റ്റ് ചേർക്കാറുണ്ട്. നമ്മളിതൊന്നും ചേർത്തില്ല കേട്ടോ. ടൊമാറ്റോ ഇതിനകത്തേക്ക് അടിച്ച് മാത്രം ചേർത്ത് കൊടുത്തോളൂ. ഇനി ഇതിനകത്തേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ആ കഴുകി വെള്ളമൊക്കെ കളഞ്ഞു വെച്ച ചിക്കൻ ഇതിനകത്തേക്ക് വച്ച് കൊടുക്കാം. ചിക്കനെല്ലാം ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് ഇതുപോലെ ഇരിക്കട്ടെ. അതിന് ശേഷം നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പം ഞാനിതെല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് വേവിക്കാനുള്ള വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കണം. അപ്പോൾ കുക്കറിലാണല്ലോ നമ്മൾ റൈസ് വേവിക്കുന്നത്. കുക്കറിൽ തന്നെ നമുക്ക് വെള്ളം അളന്നൊഴിക്കാം. അപ്പോൾ ഈ ഒരു പാത്രം റൈസിന് നമ്മൾ 1.5 പാത്രം വെള്ളമാണ് എടുക്കുന്നത്. കുക്കറിലാണ് വയ്ക്കുന്നതെങ്കിൽ ഈ 1.5 പാത്രം വെള്ളം വയ്ക്കേണ്ട ആവശ്യമില്ല. അല്പം കുറച്ച് വെച്ചാൽ മതി. പക്ഷെ നമ്മൾ ഇതിനകത്ത് ചിക്കൻ ഇട്ടിട്ട് അല്പം നേരം തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 1.5 പാത്രം വെള്ളം വെച്ചത്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിലൊന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. അപ്പോൾ ഈ വെള്ളം തിളക്കുന്ന സമയത്ത് നമുക്ക് ചിക്കൻ തിരിച്ച് മറിച്ചിട്ടൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ടോട്ടൽ ഒരു 8 മിനിറ്റോളം കുക്ക് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ചിക്കൻ ആദ്യം ഇട്ടിട്ട് ഒരു 8 മിനിറ്റോളം കുക്ക് ചെയ്താൽ മതി. 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് നമ്മളിത് മറിച്ചിട്ടത്. നമ്മൾ വീണ്ടും 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മറിച്ചിട്ട് കൊടുക്കണേന്. അപ്പോൾ ടോട്ടൽ 8 മിനിറ്റോളം മാക്സിമം കുക്ക് ചെയ്തെടുത്താൽ മതി. കാരണം നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ഒന്നും കൂടെ കുക്ക് ചെയ്യുന്നുണ്ട്.
നമ്മൾ റൈസിൻ്റെ ഒപ്പം തന്നെ ചിക്കൻ ഇട്ട് വേവിക്കുകയാണെങ്കിൽ ചിക്കൻ വല്ലാണ്ടൊന്നും വെന്ത് കിട്ടും, പക്ഷേ വല്ലാണ്ട് ടെൻഡറായി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇതാ ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു പകുതി വേവായിട്ടുള്ള ചിക്കന് ആ ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് കൊടുത്തേക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ടും കൂടി ചെയ്തേക്കണം. പിന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം കണ്ട് റെസിപ്പീസ് എല്ലാം ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ. അപ്പോൾ മസാല എല്ലാം ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഉപ്പ് നോക്കണം. എന്നിട്ട് ഉപ്പ് പോരെങ്കിൽ ചേർത്ത് കൊടുക്കണം. വെള്ളത്തിൽ കുറച്ച് ഉപ്പ് കൂടി നിന്നാലേ നമ്മുടെ റൈസിൻ്റെ ഉപ്പ് നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പം നമ്മൾ ഉപ്പ് ടേസ്റ്റ് ചെയ്യുമ്പം വെള്ളത്തിൽ കുറച്ച് ഉപ്പ് മുന്തി തന്നെ ഉണ്ടാവണം കേട്ടോ. ഇനി ചിക്കൻ മീഡിയം ഫ്ലെയിമിൽ ഒരു 4 മിനിറ്റും കൂടെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് 4 മിനിറ്റും കൂടെ തിളപ്പിച്ചതിന് ശേഷം മാത്രം നമുക്ക് റൈസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോഴാണ് ചിക്കൻ നന്നായിട്ട് വെന്ത് ടെൻഡറായി വരുള്ളൂ. എന്നാലോ റൈസ് എടുക്കാൻ നേരത്ത് ചിക്കൻ നമുക്ക് ഒട്ടും ഉടയാതെയും കിട്ടണം. അപ്പോൾ സൂക്ഷിച്ച് വേണം കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരു 3-4 മിനിറ്റ് വെള്ളം ഇതുപോലെ തിളച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ റൈസ് ഇട്ട് കൊടുക്കുന്നത്. റൈസ് വെള്ളമെല്ലാം കളഞ്ഞിട്ട് ആണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ റൈസെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടെ ഉപ്പിൻ്റെ കുറവ് എനിക്ക് തോന്നിയത് കൊണ്ട് കുറച്ചും കൂടെ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഡ്രൈ ലെമൺ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേണം ഇതിൻ്റെ ലിഡ് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരു വലിയ ഡ്രൈ ലെമൺ തന്നെയാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് മിക്സ് ചെയ്താലും ഇതിൻ്റെ അകത്തേക്ക് പോവില്ല, ഇത് വെള്ളത്തിൽ പൊങ്ങി തന്നെ കിടക്കുള്ളൂ. അപ്പോൾ ഏതാണ്ട് 3/4 കിലോയോളം റൈസാണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെന്ത് വരുമ്പം കുക്കറിൻ്റെ 3/4 ഭാഗത്തിനേലും അധികം ഉണ്ടാകും. അപ്പം ഞാൻ ഇത് വെയിറ്റ് ഇട്ടതിന് ശേഷം വിസിൽ വരുന്നതിന് അല്പം മുമ്പാണ് ഞാനിത് ഓഫ് ചെയ്തത്. വിസിൽ വരാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ റൈസ് വല്ലാണ്ട് വെന്ത് പോകും. അപ്പം അധികം റൈസ് ഉള്ളത് കൊണ്ട് ഞാനിത് വിസിൽ വരാൻ അനുവദിച്ചില്ല. അതിന് മുമ്പ് തന്നെ വിസിൽ വരാൻ വേണ്ടി പോയപ്പോൾ തന്നെ ഞാനിത് ഓഫ് ചെയ്തു. ഇനി നമ്മൾ വേവിക്കുന്ന റൈസ് കുറവാണെങ്കിൽ, അതായത് വെന്ത് കഴിയുമ്പം ഈ കുക്കറിൻ്റെ പകുതി ഭാഗം മാത്രം ഉണ്ടാകുള്ളൂ എങ്കിൽ നമുക്ക് ഒരു വിസിൽ വരാനായിട്ട് അനുവദിക്കാം. പിന്നെ ഓരോ കുക്കർ അനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. ഇതിൻ്റെ വേവിനൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അത് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. അത് ഓരോരുത്തരുടെ കുക്കർ അനുസരിച്ച് വ്യത്യാസം വരും. ഞാനിത് ഏതാണ്ട് വിസിൽ വരാൻ നേരത്ത് ഫ്ലെയിം ഓഫ് ചെയ്തു. എന്നിട്ട് ആവിയെല്ലാം പോയതിന് ശേഷമാണ് ഇത് തുറന്ന് നോക്കിയത്. അപ്പോൾ പക്കയായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ ഇരുന്നുണ്ടെങ്കിൽ ഉടഞ്ഞു പോകും, റൈസ് നമുക്ക് വിട്ട് കിട്ടില്ല. ഇനി ഇതിൻ്റെ ചൂട് കുറച്ച് പോയതിന് ശേഷം നമുക്ക് വിളമ്പിയാൽ മതി. അപ്പോൾ അതിന് മുമ്പ് ഒരു സാധനം ഇതിനകത്ത് ചേർക്കാണ്ട് വേറൊന്നുമല്ല, പച്ചമുളകാണ്. അപ്പോൾ ഞെട്ട് കളയാത്ത 2-3 പച്ചമുളക് ഇതിനകത്ത് ചേർത്തിട്ട് ഞാൻ കുറച്ച് റൈസ് ഇതിൻ്റെ മീതെ എടുത്തിടുന്നുണ്ട്. നമ്മൾ റൈസിൻ്റെ ഒപ്പം ഇത് വെച്ചിരുന്നെങ്കിൽ വെന്ത് അലിഞ്ഞു വരും പച്ചമുളക്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ റൈസെല്ലാം വെന്തതിന് ശേഷം ഇട്ടത്. ഇപ്പോൾ കറക്റ്റായിട്ടായിരിക്കും ഉണ്ടാവുക. നമുക്ക് വേണമെങ്കിൽ റൈസിൻ്റെ ഒപ്പം കഴിക്കാനും, ചിലവർക്ക് എരിവ് ഇഷ്ടമാണല്ലോ, അങ്ങനെയുള്ളവർക്ക് കടിച്ച് തിന്നാനും നല്ലതാണിത്. അപ്പം നമ്മൾ പിന്നെ ഇത് ആവിയേറ്റിന്ന് എടുക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് റൈസ് പച്ചമുളകിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് നേരം തുറന്ന് വെച്ചിട്ട് ഇതിൻ്റെ ആവി അല്പം പോയതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഇതപ്പോൾ ആവിയെല്ലാം കുറച്ച് പോയിട്ടുണ്ട്. നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പം ഇങ്ങനെ വയ്ക്കുമ്പം റൈസും ചിക്കനും അല്പം കൂടുതൽ വെന്തിട്ടുണ്ടാവും കേട്ടോ. ആ ഒരു രീതിയിലാണ് ഈ റൈസ് ഉണ്ടാവുക. ഇതാ നമ്മൾ അവസാനം ഇട്ട പച്ചമുളകും ഒന്ന് ഇതിൻ്റെ ഉള്ളിലിരുന്ന് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറിയുണ്ടോ. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഇട്ടിട്ടുള്ള ചിക്കൻ മന്തിയുടെയും ചെമ്മീൻ മന്തിയുടെയും വീഡിയോസും കണ്ടു നോക്കണേ. ഇതുപോലെ തന്നെ കുറച്ച് ഈസി മെത്തേഡിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇനി നമ്മൾ മധൂത്തിനും കബ്സക്കൊക്കെ പറ്റിയ ഒരു നല്ലൊരു ചട്നി റെഡിയാക്കുന്നുണ്ട്. ബീട്രൂട്ട് വെച്ചിട്ടാണ് ചട്നി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഈ ചട്നി ഇഷ്ടമുള്ളവർ തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഞാനൊരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു ചെറിയ ബീട്രൂട്ടിൻ്റെ പകുതി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ തക്കാളിയുടെ പകുതി, ഒരു ചെറിയ പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ടാക്കി കട്ട് ചെയ്തത്, 2 വെളുത്തുള്ളി, അല്പം വലിയ വെളുത്തുള്ളിയാണ്, ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് പേസ്റ്റാക്കി തന്നെ എടുക്കണം. അതായത് ഇത്രേ ഉള്ളൂ, നമ്മുടെ ബീട്രൂട്ട് ചട്നി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. കപ്സക്കൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണേ.
ചിക്കൻ ചെമ്മീൻ മന്തിയുടെ ഒപ്പം നമ്മൾ ടൊമാറ്റോ ചട്നിയും ഗ്രീൻ ചട്നിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ഒന്ന് കണ്ടു നോക്കണേ. ഇതാ നമ്മുടെ ചിക്കനൊന്നും വെന്ത് പോയിട്ടില്ല, പക്ഷെ നല്ല ടെൻഡറായി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പെല്ലാം പിടിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയറും കൂടെ ചെയ്തേക്കണേ. താങ്ക്